ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഗൈസ്, ഇന്ന് നമ്മൾ ഒരു സ്പെഷ്യൽ വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഗൈസ്, ഇന്ന് നമുക്ക് കുക്കിംഗ് വീഡിയോ അല്ല, അതിനു പകരം നമുക്കൊരു ഈറ്റിംഗ് വീഡിയോ, ഈറ്റിംഗ് ചലഞ്ച്. അപ്പൊ നമ്മൾ ഇന്ന് ഈറ്റിംഗ് ചലഞ്ചിനായിട്ട് നമ്മളതാണ്ട് സാധനം ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്നുണ്ട്. ഇതാണ്ട് നമ്മുടെ സാധനം, വേറൊന്നുമല്ല, നമ്മുടെ കറക്ക് കോഴി. ഇവനെ ഇന്ന് നമ്മളെ കറക്കി അടിക്കുന്നതായിരിക്കും. അയ്യോ, ഇവനെ തിന്നത് എന്നെ കൊണ്ട് പറ്റുമെന്ന് അറിയത്തില്ല ഗൈസ്. എന്നാലും നമ്മൾ ട്രൈ ചെയ്യുന്നതായിരിക്കും. ട്രൈ ചെയ്യും, വിജയിക്കും. വിജയിക്കുന്നവർക്ക് എന്താ, വിജയിക്കുന്നവർക്ക് 5000 ക്യാഷ് പ്രൈസ്. അപ്പൊ നമ്മള് തുടങ്ങാൻ പോവുകയാണ്. ജയിക്കും? ജയിക്കുന്നുണ്ടോ? ഞാൻ തന്നെ ജയിക്കും. എന്നാ കാണാം. അപ്പൊ എത്ര മിനിറ്റാ നമ്മുടെ ചലഞ്ച് ടൈം? നമുക്ക് 10 മിനിറ്റ് വയ്ക്കാം. അപ്പൊ ഗൈസ്, 10 മിനിറ്റ് ആണ് നമ്മുടെ ചലഞ്ചിന്റെ ടൈം. 10 മിനിറ്റിനുള്ളിൽ ഇത് ഫിനിഷ് ചെയ്യണം. അല്ലെങ്കിൽ ആര് കൂടുതൽ ഫിനിഷ് ചെയ്യുന്നു അവര് ജയിച്ചു, വിന്നർ. ഓക്കെ. അപ്പൊ ഇത് മൊത്തം 3 എണ്ണം ഞാൻ തന്നെ ഒന്ന് വെച്ച് അലക്കുന്നതായിരിക്കും. ഓക്കെ. ഓക്കെ, അപ്പൊ നമുക്ക് ടൈം സെറ്റ് ചെയ്യാം. ഓക്കെ. അപ്പൊ 10 മിനിറ്റ് ആണ് ഗൈസ്, 10 മിനിറ്റ് ആണ് ചലഞ്ച് ടൈം. ഓക്കെ. വാശിയേറിയ പോരാട്ടമാണ് ഇവിടെ തുടങ്ങാൻ പോകുന്നത്. കേരള തൊട്ടയിലൊക്കെ ഒരു രാവെന്നാ തോന്നുന്നത്. അപ്പൊ നമുക്ക് ഇവനെ പ്ലേറ്റിലോട്ട് മാറ്റാം. എനിക്ക് ഇവനെ ഇരിക്കട്ടെ. കുബൂസ് പിന്നെ കുബൂസ് കൂടെ വെച്ചാലേ, എല്ലാം കൂടെ ഒരുമിച്ച് നമുക്ക് കഴിക്കാം. ഒരു കുബൂസ് അല്ലേ? ഓക്കെ. കെച്ചപ്പ്. ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. ഇല്ല, മയോണീസ് ഒക്കെ ഒഴിച്ച് വെച്ചിട്ടല്ലേ നമ്മള് ഇത് എല്ലാം സെറ്റ് ചെയ്യണം. അവിടെ പ്ലേറ്റിലോട്ട് എല്ലാം വെച്ചിട്ട്. എനിക്ക് വയറ് നല്ല വിശപ്പുണ്ട്. പ്രത്യേകിച്ച് കോഴിയെ കാണുമ്പോൾ എല്ലാവർക്കും വിശപ്പ് കൂടും. ഈറ്റിംഗ് ചലഞ്ച് ആയതുകൊണ്ട് വൈകിട്ടൊന്നും കഴിച്ചിട്ടും ഇല്ല. ആക്രാന്ത മൂത്ത എല്ലാം കൂടെ വാരി കേട്ടില്ല. അവസാനം ആംബുലൻസ് വിളിക്കേണ്ടി വരും. ഇതൊന്ന് പൊട്ടിച്ചു തരുമോ പ്ലീസ്? ഗൈസ്, വേറെ ഒന്നുമില്ല, നിങ്ങൾക്ക് പുറത്തുനിന്നൊക്കെ കുഞ്ഞുങ്ങളുടെ സൗണ്ടൊക്കെ, അത് വേറെ ഒന്നും, നമ്മുടെ അടുത്തുള്ള കുഞ്ഞുങ്ങളൊക്കെയാണ്. ഇവിടെ എന്തോ ഫങ്ഷൻസ് നടക്കണം. അപ്പൊ അതിന്റെ ബഹളം നമ്മൾ എന്തായാലും ഉച്ചത്തിൽ സംസാരിക്കാൻ നോക്കാം. ഓക്കെ. ഓക്കെ, അപ്പൊ നമുക്ക് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട്. യുവർ ടൈം സ്റ്റാർട്ട് നൗ. ചിക്കൻ കാലിയെന്ന് എനിക്കൊരു പിടിക്കില്ല. ഈ സലാഡ് ഒന്നും എടുക്കുന്നില്ലേ? ഓക്കെ, ഞാൻ ആദ്യം കുബൂസ് തുടങ്ങാം. കുബൂസ് എന്നാ പിന്നെ കോഴി തീരുന്നില്ല. നല്ല കോഴി. കറക്കോഴി അമ്മ എനിക്ക് കണ്ട് ഈ കുറച്ചുണ്ടല്ലേ, ഇതും കൂടെ കടിച്ചാല് ഒരു രസമുള്ളു. അതൊക്കെ തിന്ന പനയും തിന്ന. എനിക്ക് പന വേണ്ട, കോഴി മതി. ഞാൻ മയോണൈസ് കൂട്ടുന്ന ഒരാളാണ് ഗൈസ്. മയോണൈസ് കൂടെ ഇല്ലെങ്കിൽ നമ്മൾ അത്തുപോകും. ഒരു കപ്സ കഴിച്ചാലും കോഴി കഴിച്ചാലും 2 ബോട്ടിൽ മയോണൈസ് തീർക്കും. സംസാരിച്ചിരിക്കേണ്ട സമയമില്ല, പെട്ടെന്ന് തിന്നണം. എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത, ഒട്ടും നമ്മൾ പൊതുവെ എല്ലാവർക്കും അല്ലേ, ഞാൻ ടൈമിങ് വെച്ചില്ലെങ്കിൽ ഗൈസ് 2 കോഴി ഞാൻ തിന്നും. 10 മിനിറ്റ് നടക്കത്തില്ല. ഇനി നമ്മൾ ടൈം കൂട്ടി വെച്ചാലോ? കൂട്ടി വെച്ചാലോ? ഒരു 15 മിനിറ്റ്.
കലാപരമായി തിന്നണം. കലാപരമായി നിന്ന നേരെ വിളക്കും. മുടിയല്ലേ കടവുളേ. ഞങ്ങളിന്ന് പ്ലാൻ ചെയ്തിരുന്നത് കപ്സ ചലഞ്ച് ആയിരുന്നു. കപ്സ സാധനമായിരുന്നെങ്കിൽ ഞാൻ തകർത്തേനെ ഗൈസ്. അതറിയാവുന്നുണ്ട് ഞാൻ മാറ്റി കവക്കോഴി ചലഞ്ച്. ഇതെല്ലാം ഞാൻ തന്നെ തീർക്കേണ്ടി വരുമോ? അയ്യാ ഞാനിപ്പോ കാണുന്ന തോന്നുന്ന 3 മിനിറ്റും കൂടെ ഉടനെ പറയുന്നതല്ലേ. അപ്പൊ 10 മിനിറ്റ് ആയിരിക്കുകയാണ്. ഞാൻ കഷ്ടപ്പെട്ടു ഇതെന്തോടെ കോഴി അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. ഒരു മനുഷ്യനല്ല ഇതൊക്കെ പോണ്ടേ. ഇങ്ങനെ വേണം കോഴിയെ തിന്നാൻ. ഉണ്ടോ? എന്ത് പറ്റി വൈഫി? അപ്പൊ ഇതും എല്ലാം ഞാൻ തന്നെ കഴിക്കേണ്ടി വരും. പിന്നെ നമ്മുടെ ആലുമച്ചിയും. അപ്പൊ ഞാൻ തോറ്റു കൊടുത്തിരിക്കുന്നു ഗൈസ്. ഇത് നോക്ക് ഗൈസ്. ഇത് ഫുള്ള് തിന്നെന്ന് പറഞ്ഞു. എവിടെ ഫുള്ള്? മാംസമൊക്കെ ഇവിടെ ഇരിക്കുക. അവിടെ മാംസം ഉണ്ട്. അത് ഞാൻ തന്നെ 10 മിനിറ്റ് ടൈമിൽ അത്രയല്ലേ കഴിക്കാൻ. എന്നാലും ഇത് ഫുള്ള് തിന്നുന്നവരെ വിന്നർ. ഇത് ഉണ്ടോ? എന്തോ ഫുള്ള് കോഴിയും കൊണ്ടിരിക്കുക അവിടെ. അങ്ങനെ വാശേറിയ പോരാട്ടം നമ്മുടെ അഫ്സൽ ബാദുഷ വിന്നർ ആയിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ ഞാൻ തോറ്റ് കൊടുത്താണല്ലോ. 5000 രൂപ ഗൂഗിൾ പേ ചെയ്യാം. തന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതൊന്നും പറ്റത്തില്ല കേട്ടോ. അപ്പൊ ഗൈസ് എന്തായാലും ഇനി ശാന്തമായ ഒരു ഉറക്കം. ഇനി നാളെ നമുക്ക് അടുത്ത സൂപ്പർ വീഡിയോ ആയിട്ട് കാണാം. ഒന്നീ ASMR ആയിരിക്കും, അല്ലെങ്കിൽ ഇതുപോലത്തുള്ള നല്ല നല്ല വീഡിയോസ് ഒക്കെ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. ഈറ്റിംഗ് ചലഞ്ച് നാളെ പറ്റത്തില്ലേ? ചലഞ്ച് ഇച്ചിരി കഷ്ടപ്പാടാ. ഈറ്റിംഗ് ചലഞ്ച് നമ്മൾ കാണുന്ന നമുക്കൊന്നും അല്ലടേ. നമ്മളെ കൊണ്ട് തിന്ന ഒക്കത്തില്ല. വെപ്രാളത്തൊക്കെ ഇടിച്ചേരി തൊണ്ടയിലൊക്കെ കുനിയ അപ്പോഴേ ആള് തീർന്നു. അതുകൊണ്ട് പതുക്കെയൊക്കെ തിന്നാൻ പറ്റത്തോള്. എന്തായാലും നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ. അപ്പൊ മറക്കാതെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മെയിനായിട്ടൊരു കാര്യം മെയിനായിട്ട് നിങ്ങളുടെ കമന്റ് ഇടുക. നിങ്ങളുടെ കമന്റ് നമുക്ക് കാണണം. ഓക്കെ, ബൈ ബൈ.